അതായത് ഒരു കാർ മെക്കാനിക്ക് ഒരാൾ നമ്മൾ ദുബായിക്ക് ജോലി നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അൽക്കൂസ് ഭാഗത്ത് സ്റ്റേ എടുക്കുന്നതാവും കുറച്ചും കൂടി. നമുക്ക് ഏറ്റവും കൂടുതലും ഷോറൂമുകളാണെങ്കിലും ശരി, ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദുബായ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറയണ മെയിൻ ടോപ്പിക്കും കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു കാർ മെക്കാനിക്ക് ഒരാൾ നമ്മൾ ദുബായിക്ക് ജോലി നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യമാണ് അത് ഫുള്ള് ഞാൻ പറയണത്. അത്ര ലെങ്തി വീഡിയോ ഒന്നുമല്ല കേട്ടോ, സാധാരണ സംഭവം കുറച്ച് കാര്യങ്ങൾ. അതായത് ഒന്ന് നമ്മുടെ അക്കോമഡേഷൻ, പിന്നെ നമ്മൾ ജോലി നോക്കുന്ന കാര്യങ്ങൾ, പിന്നെ എന്താ പറയുക നമ്മുടെ അതുപോലെ CV ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. ഒരുപാട് വലിച്ചു നീട്ടണമെന്നില്ല, മെയിൻ ടോപ്പിക്കിനെ ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചേട്ടാ, അപ്പോൾ നേരെ നമുക്ക് വീഡിയോ എടുക്കാം. ഏകദേശം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് കേട്ടോ, ഇരുട്ടൊക്കെ പോകാറായി. അപ്പോൾ ഞാൻ വേഗം അവസാനിപ്പിക്കാനാണ്. അപ്പോൾ ഒരു കാർ ടെക്നീഷ്യനായ ഒരാൾ നമ്മുടെ, അതായത് ഈ കാർ ടെക്നീഷ്യൻ്റെ ഫീൽഡ് നോക്കി വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലും ഷോറൂമുകളാണെങ്കിലും ശരി, ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൂടുതലും വരുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ദുബായിലുള്ള അൽക്കൂസ് ഏരിയയിലാണ്. ഈ അൽക്കൂസിൽ തന്നെ കുറേ ഉണ്ട്, അൽക്കൂസ് ഇൻഡസ്ട്രി 1, 2, 3 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽക്കൂസിലാണ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും കൂടുതലും വരണത്. ബാക്കിയുള്ള സ്ഥലത്ത് ഇല്ല എന്നല്ല ഞാൻ പറയണത്. അതായത് അബുദാബിയും അതുപോലെ ഷാർജയൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കൂടുതലും വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽക്കൂസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനപ്പോൾ അൽക്കൂസിൽ, അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേയും കാര്യങ്ങളാണ് അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സ്റ്റേ നമുക്ക് കൂടുതലും അവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാനുള്ള കാര്യം എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ കുറേ ട്രാവൽ ചെയ്ത് കുറേ പൈസ പോകാണ്ട് അത് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് അൽക്കൂസിക്ക് എത്താനായിട്ട്. പിന്നെ ഓരോരുത്തർ ഇഷ്ടമുണ്ട്, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ എവിടെയെങ്കിലും ഉണ്ടാവും, അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ കസിൻസ്, ഫാമിലി അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. അൽക്കൂസിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്ത് ഒരുപാട് പൈസ പോവില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഒന്നത്തെ കാര്യം അതാണ്. അപ്പോൾ പിന്നത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ CV കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ CVയിൽ കുറേ അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ അത് ചിലപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളും കോളും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വരുമായിരിക്കും. പക്ഷെ നമ്മൾ എവിടെ പോയി പ്രശ്നത്തിൽ പെടുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ CVയിൽ നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ജോലിക്ക് വേഗം കിട്ടാനും, അല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്തെന്ന് അവർക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് കാണുമ്പോൾ അവർ ആ ഒരു കാര്യങ്ങളുടെ ഒക്കെ ഇത് വെച്ചിട്ടാവും നമ്മളവർ വിളിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പോണ ക്വസ്റ്റ്യൻസും അതിനെ കുറിച്ചിട്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം, കുറേ ഒന്നും എന്താ പറയുക അല്ലാത്ത കാര്യങ്ങളൊന്നും എഴുതാണ്ട് നമ്മുടെ കാര്യങ്ങൾ, അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ ഏതൊക്കെ ഫീൽഡ് എന്തൊക്കെ ഇതാണെന്നുള്ളത് മാത്രം എഴുതി വയ്ക്കുക, നമുക്കറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകുമ്പോൾ അവർ നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനും നമ്മളോടുള്ള കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചോദിക്കുക. അല്ലാണ്ട് നമ്മൾ കുറേ ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനെ വലിയ ഇതാണ്, അല്ലെങ്കിൽ അങ്ങനെ എഴുതി വയ്ക്കേണ്ടതെന്ന്. അപ്പോൾ അത് നമുക്ക് ഇൻ്റർവ്യൂവിൽ നമുക്ക് നല്ല പണി കിട്ടും. അപ്പോൾ അത് ഒരു കാര്യം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പറയണ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. അതായത് ഒന്ന് ട്രാവലിങ്ങിൻ്റെ കേസും പറഞ്ഞു, പിന്നെ അതുപോലെ CVയുടെ കേസ് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരാൾക്ക് ജോലി മേടിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് 1 മാസം കൂടി ജോലി കിട്ടുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ജോലി കയറുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞ് കിട്ടാത്ത ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവർ പോയിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്യലും അങ്ങനെ കുറച്ച് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കപ്പോൾ അത് വിചാരിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂടുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഡൗൺ ആവാനൊന്നും പാടില്ല. അത് വെച്ചാൽ കുറച്ച് എളുപ്പമല്ല വിസിറ്റിങ്ങിൽ വന്ന് ജോലി കണ്ടുപിടിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, കുറച്ച് ബുദ്ധിമുട്ടുമുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും ഇവിടെ എനിക്കങ്ങനെ അറിയുന്ന ആളോ റെക്കമെൻഡ് ചെയ്യാൻ ആളൊന്നും ഇല്ല. അപ്പോൾ നമ്മളും കുറേ ബുദ്ധിമുട്ടിയിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ എന്താ പറയുക ജോലി അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എളുപ്പമൊന്നുമല്ല കേട്ടോ, പെട്ടെന്ന് ഇവിടെ എടുത്ത് ചാടി കയറി വന്ന് ഇപ്പം തന്നെ ഇവിടെ ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ച് വരുന്നവരടുത്താണ് ഞാൻ പറയാറുള്ളത്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്ന ദിവസം നല്ലതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും കൂടുതൽ ഇത് പറയുന്നത്. ഞാൻ ഒരുപാട് ഇങ്ങനെ കിടന്ന് നടന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ പിന്നെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൾ കാർഡ് ഉണ്ട്. അപ്പോൾ ആ നോൾ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യണം. അപ്പോൾ ആ കാർഡിൽ നമ്മൾ പൈസ കയറ്റണം. അപ്പോൾ അതിനൊരു എമൗണ്ട് വരും. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ നല്ല ദൂരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പൈസയും കാര്യങ്ങളൊക്കെ നമ്മുടെ നിന്ന് പോകും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നോൾ കാർഡ് മസ്റ്റാണ്. അത് വെച്ചാൽ അതിൽ പൈസ അത്യാവശ്യം പോകും നമ്മുടെ ഈ ട്രാവലിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ. അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ ടെക്നീഷ്യൻ്റെ ഫീൽഡാണ്, കാർ ടെക്നീഷ്യൻ
റെക്കമെൻഡേഷൻ ഫീൽഡിലേക്കാണ് കൂടുതൽ ഇൻ്റർവ്യൂസ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ കൂടുതലും അൽക്കൂസിൽ നിൽക്കുന്നതാവും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ്, ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, വേറെ സ്ഥലത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നിൽക്കണവർക്ക് അങ്ങനെ നിൽക്കും, ഓക്കെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ നല്ല സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ കയറി വന്നാൽ മതി എല്ലാവരും. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ പോയിട്ട് എനിക്ക് മനസ്സിലാക്കിയ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഒന്ന് പറയണത്. ഇപ്പോൾ എൻ്റെ ഒരു ഫീൽഡിൽ എൻ്റെ അറിവിൽ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനെ വരാൻ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കൂടി കണ്ടോട്ടെ, അവർ കൂടിയും അവരുടെ അടുത്തും ഞാൻ അതൊക്കെ തന്നെ പറയണത്. പിന്നെ അതുപോലെ നമ്മൾ ചില ആൾക്കാരൊരു ഇതുണ്ട്, നമ്മുടെ ഇവിടെ വന്നിട്ട് CV കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം തന്നെ ജോലി കിട്ടും അല്ലെങ്കിൽ വേഗം ഇൻ്റർവ്യൂ കിട്ടും എന്നൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമ്മൾ എല്ലായിടത്തും കൊണ്ട് CV കൊടുത്തിട്ട് ജോലി കിട്ടുന്ന സെറ്റപ്പൊക്കെ ഒന്നും ഇവിടെ ഇന്നില്ല കേട്ടോ. കാരണം അതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, CV ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ CV ഡ്രോപ്പിംഗ് പോയിട്ട് എന്താണ് എൻ്റെ അന്നത്തെ ഉണ്ടായ കാര്യങ്ങളും അന്നത്തെ എൻ്റെ എക്സ്പീരിയൻസും ഇതൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കാണാത്തവരാണ് ജസ്റ്റ് ഒന്ന് കണ്ടേക്കുക, അതിൽ ഞാൻ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പോയിട്ട് ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ആപ്പിലും ഓൺലൈനിലും മെയിലൊക്കെയാണ് കാര്യങ്ങൾ. അതായത് ഇൻഡീഡ്, നൗക്കരി, ലിങ്ക്ഡിൻ ഇതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് കുറേ നമുക്ക് എന്താ പറയുക ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ കൂടുതൽ എനിക്ക് വന്നാണ് ഇൻ്റർവ്യൂവിൻ്റെ കോളും കാര്യങ്ങളും വന്നത് ഇൻഡീഡ് എന്ന് പറഞ്ഞ ആപ്പിലാണ് കൂടുതൽ വന്നേക്കണത് കേട്ടോ. നമ്മൾ ഈ 3 ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. കൂടുതലും കോൾ വന്നാൽ അതിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കൊരാൾ നമ്മുടെ റെക്കമെൻഡേഷൻ ചെയ്യാനും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ആപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടാവില്ല, കാരണം നമുക്ക് ഒരാളുടെ കാരണം നമുക്ക് അങ്ങനെ ജോലി കിട്ടും. പക്ഷെ അല്ലാത്തവരുടെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് എന്നെ പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കിട്ടും തന്നെ വിചാരിക്കാം എല്ലാവർക്കും. എന്നെ പോലെ കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ അവർക്ക് കിട്ടട്ടെ. അപ്പോൾ ഇപ്പോൾ ഞാൻ എത്ര നാളത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നാളെ ഒരു കാർ ടെക്നീഷ്യനായ ഒരാൾ അല്ലെങ്കിൽ കാറിൻ്റെ ഒരു ഫീൽഡിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ പോയി എനിക്കിങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് എല്ലാ കാര്യം അന്വേഷിക്കലും ഒക്കെ ചെയ്ത് ഞാൻ തന്നെയാണ് എല്ലാ സ്ഥലത്തിൽ പോകണമെന്ന് ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഇതിൽ ഷെയർ ചെയ്തത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം. അത്രമാത്രം വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ചെറിയൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കൂടെ ഓരോ വീഡിയോസ് ഞാനായിട്ട് എൻ്റെ ഒരു ഇൻ്റർവ്യൂ പോണ വീഡിയോസും ഒക്കെ കൂടെ ഇങ്ങനെ പറ്റാവുന്നതൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തിൽ പോകണതിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ്.